കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ നിർമ്മലവചനം കേൾക്കുന്ന ഈ ജനവിഭാഗത്തിനു മുമ്പിൽ അവൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് തിരുവചനത്തിൽ നിന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരാത്മീയ ജീവിതം അനുഷ്ഠിക്കണമെന്ന് താല്പര്യമുള്ളവരായിരിക്കും. ഒട്ടുമിക്ക ക്രൈസ്തവർക്കും അപ്രകാരം തന്നെയായിരിക്കും. ഒരാത്മീയ ജീവിതത്തിലൂടെയെല്ലാം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ക്രൈസ്തവർ. എന്നാൽ എരിവുള്ള ഒരു ആത്മീയ ജീവിതം അനുഷ്ഠിക്കുവാനും ഫലപ്രദമായ ഒരു ആത്മീയ ജീവിതം അനുഷ്ഠിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും ക്രൈസ്തവരിൽ തുലവും തുച്ഛമായൊരു വിഭാഗം മാത്രമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണതിന് കാരണം? മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ പ്ലഷറബിൾ ലൈഫാണ് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ അവൻ്റെ സുവിശേഷത്തിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യന് ആത്യന്തികമായ പ്ലഷറബിൾ ലൈഫ് കിട്ടുന്നില്ല എന്ന ക്രൈസ്തവൻ്റെ മൂഢവിശ്വാസമാണ് അനേകർക്കും ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുവാൻ തടസ്സമായി നിൽക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയും യേശുക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന് സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുന്നു എന്ന് അവൻ കണക്കുകൂട്ടുകയാണ്. മനുഷ്യൻ ഭൂമിയിലൊരു പ്ലഷറബിൾ ലൈഫാണ് ആഗ്രഹിക്കുന്നത്. ദൈവവചനം കേൾക്കുകയോ ആത്മീയ വഴികളിലൂടെ പോവുകയോ ചെയ്യുമ്പോൾ ഈ പ്ലഷറബിൾ ലൈഫ് അവന് കിട്ടുന്നില്ല എന്ന് അവൻ തോന്നുകയാണ്. അവൻ രണ്ട് കാര്യങ്ങളാണ് മനസ്സിൽ വയ്ക്കുന്നത്. ഉപരിപ്ലവമായ ആത്മീയ ജീവിതത്തിലൂടെ ആരാധനാ സ്വാതന്ത്ര്യത്തിലൂടെയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവന് മെച്ചമായിട്ടുണ്ട്. ഒന്ന്, ഈ ലോകം അവനെ ഒരു ആത്മീയനായിട്ട് കാണുകയും താൻ ആത്മീയ വഴികളിലൂടെയാണ് നടക്കുകയും ചെയ്യുന്നതെന്ന് അവന് തോന്നലുണ്ടാകുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവനെ കാണുമ്പോൾ അപ്രകാരം ഒരു തോന്നലുണ്ടാകുന്നു. രണ്ടാമതായിട്ട് അങ്ങനെ നടക്കുമ്പോൾ അവന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഈ ലോകത്തിൻ്റെ പ്ലഷറബിൾ ലൈഫ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് കളയാതെ അവന് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ അനേകർ ഉപരിപ്ലവമായ ആരാധനാ ക്രമങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും എല്ലാം നടക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ഹൃദയത്തിൽ ധ്യാനിക്കുകയും യേശുക്രിസ്തുവിൻ്റെ വചനത്തെ പിൻപറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാത്തതിന് കാരണമായി കാണുന്നത്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൽ നിന്നുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് ഈ ആത്മീയ ജീവിതം ഒരു പ്ലഷറബിൾ ലൈഫായി മാറ്റുവാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനായിരുന്നു ഭൂമിയിൽ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ പർദീസായിലേക്ക് ദൈവം ആക്കിയത്. എന്നാൽ ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗം ചെയ്ത് അവിടെ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലേക്ക് സ്വതന്ത്രവാനായിട്ടാണ് ജനിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്നവൻ പുറത്തു വരുന്നത് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടാണ്. ഈ ലോകത്തിൻ്റെ വിശാലമായ സ്വാതന്ത്ര്യത്തിലേക്കാണ് അവൻ കടന്നു വരുന്നത്. എന്നാൽ അവൻ കരയുകയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം എന്താണ്? അമ്മയുടെ ഉദരത്തിലെ സുഖസുഷുപ്തിയിൽ നിന്ന് അവൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെ സുഖം നഷ്ടപ്പെട്ടതിലുള്ള കരച്ചിലൂടെയാണ് അവൻ പോകുന്നത്. എന്നാൽ ഒരു സ്വതന്ത്രമായ ഒരു ചട്ടക്കൂട് അവന് മുമ്പിൽ ഉണ്ട് എന്ന് അവന് മനസ്സിലാക്കുവാൻ ത്രാണിയപ്പോഴില്ല. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ ക്രൈസ്തവൻ മുന്നോട്ട് പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു സ്വതന്ത്രമായൊരു ജീവിതം വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ തന്നെ യേശുക്രിസ്തുവിനെ പിൻപറ്റി ജീവിച്ചാൽ അദമ്യമായൊരു സ്വാതന്ത്ര്യത്തിന് ഇടയുണ്ട് എന്നത് മനസ്സിലാക്കാതെ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയാതെ പോവുകയാണ്.
അവന് മനസ്സിലാകുന്നു ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമല്ല എന്ന് ക്രൈസ്തവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് അത് സമാധാനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് പാപക്ഷമ നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. യേശുക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് ഏദൻ പറുദീസ മടക്കി കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് യേശുവിൻ്റെ വചനത്തിന് പുറകെ നടക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭ്യമാകുന്നത്. എന്നാൽ മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് തരം സ്വാതന്ത്ര്യങ്ങളാണ് മനുഷ്യൻ കാണുന്നത്. ഒന്നാമത്തേത് ഈ ലോകം തരുന്ന ഹൈ എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം. രണ്ടാമത്തേത് കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന പാപക്ഷമയുടെ സ്വാതന്ത്ര്യം. സഹോദരങ്ങളെ, നമ്മളുടെ കണ്ണ് ഏതിലേക്കാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ പ്ലഷറബിൾ ലൈഫിലേക്കാണോ, അതോ യേശുക്രിസ്തു നൽകുന്ന പാപക്ഷമയുടെ സ്വാതന്ത്ര്യത്തിലേക്കാണോ നമ്മുടെ കണ്ണ് പോകുന്നത്? അനേകരുടെ കണ്ണും പിശാച് കുരുടാക്കിയിട്ട് ഈ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് പുറകെ അവനെ നയിക്കുകയാണ്. അനേകരുടെ കണ്ണിനെയും പിശാച് നിരോധിച്ചിരിക്കുകയാണ്. തിരുവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനോ യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനോ അനേകർക്ക് സാധിക്കാത്ത രീതിയിൽ മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കിയിട്ട് ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് പുറകെ പിശാച് അവന് വലിച്ചുകൊണ്ട് പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെയും ഒരിക്കൽ പിശാച് ഇപ്രകാരം ഈ ലോകത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പിശാച് വന്നു. അവിടെ യേശുക്രിസ്തുവിനോട് പിശാച് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. ഈ കാണുന്ന സകല രാജ്യങ്ങളെയും ഞാൻ നിനക്ക് തരാം. നീ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് കാര്യം? എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതിയെന്ന്. ഈ കാണുന്ന ലോകത്തിൻ്റെ പ്ലഷറബിളായിട്ടുള്ള എല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. കാരണമുണ്ട്, അത് എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പിശാച് പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ സമ്പത്തും ഈ ലോകത്തിൻ്റെ സകല പുളകങ്ങളും എല്ലാം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ധൈര്യമായി എന്നെ നമസ്കരിക്കൂ എന്നാണ് ദൈവപുത്രനോട് ആവശ്യപ്പെട്ടത്. സഹോദരങ്ങളെ, എന്നാൽ ഈ വേളയിൽ നാം ചിന്തിക്കണം, ദൈവപുത്രനോട് അങ്ങനെ ആവശ്യപ്പെട്ടുവെങ്കിൽ മനുഷ്യജീവിതത്തോട്, മനുഷ്യരോട് ഒരിക്കലും പിശാച് അത്രയും ഒന്നും ആവശ്യപ്പെടുകയില്ല. ഒന്നും നമസ്കരിക്കണമെന്നൊന്നും പിശാച് ആവശ്യപ്പെടുകയില്ല. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നീ ഒന്ന് മനസ്സ് വച്ച് ഒരു പാപത്തിന് ഇട നൽകിയാൽ മതി. അത് പിശാചിനെ നമസ്കരിക്കുന്നതിന് തുല്യമാകും. നീ താലോലിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളിന്മേൽ നീ ഒന്ന് ദൃഷ്ടി വെച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. നീ ഒരുപക്ഷെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളുണ്ടാവാം. ആ പാപത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. അവിടെ നിനക്ക് പ്ലഷറബിളായിട്ടുള്ള ഒരു സന്തോഷം, പ്ലഷറബിളായിട്ടുള്ളൊരു ജീവിതം ഞാൻ നിനക്ക് തരാമെന്ന് പിശാച് മനുഷ്യന് മുമ്പിൽ വാഗ്ദത്തം നടത്തുകയാണ്. അധികമൊന്നും ചെയ്യണ്ട സഹോദരങ്ങളെ. പാപത്തിൻ്റെ വഴിയിലേക്ക് പോകുവാൻ, പിശാചിനിട നൽകുവാൻ ഈ ജീവിതത്തിൽ അധികമൊന്നും ചെയ്യണ്ട. ഒരു തെറ്റിൻ്റെ ഒരംശം കൊണ്ട് തന്നെ നാം പിശാചിൻ്റെ അടിമകളായി പോകുന്നു. എന്നാൽ അതിൽ നിന്നൊന്ന് റിക്കവറി ചെയ്തു വരുവാൻ എത്രയോ കാലങ്ങളെടുക്കും. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിനറിയാം, നഷ്ടപ്പെട്ടു പോയ ആത്മാവ് തിരികെ കിടുവാൻ ലഭിക്കേണ്ട പ്രയാസങ്ങളെക്കുറിച്ച്. ഇന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്, ആധുനിക കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് അനേകം തട്ടിപ്പുകൾ നടക്കുന്നത് നാം പത്രദ്വാര എല്ലാം അനുഭവിച്ചറിയുന്നവരാണ്. സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പലരുടെയും മൊബൈൽ ഫോണുകളിലേക്കെല്ലാം പല മെസ്സേജുകൾ വരും. ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം, അത് കുറഞ്ഞ പലിശയ്ക്ക് തരാം, അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു ബാങ്കിൽ പോകേണ്ട, നിങ്ങളൊരു അക്കൗണ്ട് എടുക്കേണ്ട, നിങ്ങളൊരു കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ചാരുജാമ്യമായിട്ട് നിങ്ങളുടെ വസ്തുവകളൊന്നും ജാമ്യം നൽകണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് അയച്ചിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നു. പാവപ്പെട്ട അനേകരും അപ്രകാരമുള്ള ചതിക്കുഴികൾ വീണ് അതിലെല്ലാം പെട്ട് പണവും അക്കൗണ്ടിലെ പണവുമെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു.
ഒരേ ഒരു നിമിഷത്തെ അശ്രദ്ധ മാത്രം പാപം വിരൽത്തുമ്പിൽ വന്ന് കിടക്കുകയാണ്. പിശാച് വിരൽത്തുമ്പുകളിലൂടെ പാപത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിശാച് പാപത്തെ വിരൽത്തുമ്പിലാക്കിയിരിക്കുന്നു. ഇന്ന് അനേകം മനുഷ്യരും പാപത്തെ സ്ലീപ്പ് മോഡിലിട്ടിരിക്കുകയാണ്. പാപത്തെ സ്ലീപ്പ് മോഡെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ എല്ലാം അടഞ്ഞിരിക്കുകയാണ്. അവിടെ പ്രകാശം പോലും കാണുന്നില്ല, ഒന്നും പ്രവർത്തനക്ഷമമല്ല. എന്നാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ബട്ടണിൽ ചെറുതായി ഒന്ന് സ്പർശിച്ചാൽ മതി, അപ്പോൾ ആ കമ്പ്യൂട്ടർ ഉണർന്നു വരികയാണ്. ഇതുപോലെ തന്നെയാണ് പാപവും. പാപം മനുഷ്യൻ സ്ലീപ്പ് മോഡിലിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അത് ഉദ്ധരിച്ചു വന്നാൽ അവൻ്റെ ആത്മീയ ജീവിതം തകർന്നു പോകും. അവൻ പിശാചിൻ്റെ അടിമത്തത്തിലാകും. അവന് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം നഷ്ടമായി പോകും. പൈശാചികൻ തരുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് ജഡത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ജഡത്തിൻ്റെ സ്വാതന്ത്ര്യം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യലേക്ക് കടന്നു വരുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വാക്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അനേകം ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഒരു മനുഷ്യന് ഈ ലോകത്ത് പ്ലഷറബിൾ ലൈഫ് നൽകുന്നതാണ്. അവൻ ആ പ്ലഷറബിൾ ലൈഫ് അനുഷ്ഠിച്ചുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. അവൻ്റെ മനോനിരൂപണങ്ങളിൽ മേൽ അവൻ ഒരുപക്ഷേ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആലോചിച്ചു കൂട്ടുകയാണ്. അവൻ്റെ മനോനിരൂപണങ്ങളിന്മേൽ പാപം കടന്നുകൂടുകയാണ്. മനുഷ്യൻ്റെ മനോനിരൂപണങ്ങളിന്മേൽ മനുഷ്യൻ ഇന്ന് ബാബേൽ ഗോപുരം പണി ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മനുഷ്യന് അകന്നു പോകുവാൻ പിശാചൊരുക്കുന്ന വേലയാണ് മനോനിരൂപണങ്ങളിന്മേൽ ബാബേൽ ഗോപുരം പണിയുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ആദിമകാലത്ത് ബാബേൽ ഗോപുരം പണിയണം. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകന്നു പോകുവാനാണ് മനുഷ്യൻ അന്ന് ബാബേൽ ഗോപുരം ചെയ്ത്. ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവൻ ആ സ്വാതന്ത്ര്യമൊന്നും പോരാ. എന്നാൽ അവനൊരു പ്ലഷറബിൾ ലൈഫ് കിട്ടുവാൻ വേണ്ടി അവൻ ബാബേൽ ഗോപുരം കെട്ടി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വിചാരിക്കുകയാണ്, എനിക്ക് ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയണം, പിന്നെ അതിൽ കൂടുതലായിട്ട് എന്താണ്, എനിക്കൊരു പേരുമുണ്ടാകണം. മനുഷ്യൻ്റെ കൂട്ടങ്ങൾക്കെല്ലാം ഒരു പേരുണ്ടാകണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മനുഷ്യൻ തത്രപ്പെട്ടുകൊണ്ട് ബാബേൽ ഗോപുരം. എന്നാൽ നിത്യനായ ദൈവമോടെ ഇറക്കി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു, അവരുടെ ഭാഷാ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. മനുഷ്യൻ്റെ ആ ദുഷിച്ച പ്രവണതകളും പ്രവൃത്തികളും മാത്രമേ ദൈവം തകർത്ത് കളയുന്നുള്ളൂ. എന്നാൽ നിത്യനായ ദൈവം തകർക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ മടക്കിക്കൊടുക്കുന്ന ദൈവമാണ്. അവൻ ഭാഷയുടെ സ്വാതന്ത്ര്യം മടക്കിക്കൊടുക്കുന്നവനാണ്. അത് സംഭവിച്ചതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാരെല്ലാം കൂടിയിരിക്കുകയായിരുന്നു. അന്ന് അവിടെ വലിയൊരു ഇടിമുഴക്കമുണ്ടായി. എന്താണ് ഈ മുഴക്കമെന്ന് കേട്ടുകൊണ്ട് അന്ന് ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നവർ അവിടെ ഓടിക്കൂടുകയായിരുന്നു. അവർ പല ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. പർത്തരും മേദ്യരും അതുപോലെ തന്നെ ഏലാമ്യരും അതിലുണ്ടായിരുന്നു. മെസൊപ്പൊത്താമ്യരും യഹൂദ്യ, പംഫുല്യ, പ്രുഗ്യ മുതലായ ദേശങ്ങളിൽ നിന്ന് വന്ന മുതലായ ആളുകളും പാർത്തരും ക്രേത്യരും യഹൂദരുമായ അറബികളുമായ അനേകം ജനങ്ങളുണ്ടായിരുന്നു. ഇവർക്കൊന്നും വശമല്ലാത്ത ഭാഷയിൽ അവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവരോട് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും മനസ്സിലാകാതിരുന്ന ഭാഷക്കാർക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി കൊടുത്തു ദൈവം. അവിടെയാണ് ദൈവം ഭാഷയ്ക്ക് യൂണിറ്റി വരുത്തിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം കലക്കിക്കളഞ്ഞ ഭാഷയ്ക്ക് അപ്പോസ്തലന്മാരുടെ മുമ്പാകെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭാഷയ്ക്ക് അവിടെ യൂണിറ്റി കൊടുത്തു. സഹോദരങ്ങളെ, യൂണിറ്റി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തിന്മേലും നീതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യം തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം നൽകും. ഇവിടെ ഭാഷയ്ക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവനെ പിൻപറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ സ്വതന്ത്രനാക്കി നിർത്തും. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വേണ്ടതോളം അവന് സ്വാതന്ത്ര്യം നൽകും. എന്നാൽ സഹോദരങ്ങളെ, എവിടെയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം? നമുക്ക് വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. സത്യം അറിയുകയും
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സത്യമറിയുകയും സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഏതാണ് ആ സത്യം? ആ സത്യമെന്നുള്ളത് ഒരേ ഒരു സത്യമേ ഉള്ളൂ. നിതാന്ത സത്യമായ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വാതന്ത്ര്യം നൽകുന്നത്. യേശുവിൻ്റെ വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. 8-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, എൻ്റെ വചനത്തിൽ നീ നിലനിൽക്കുന്നുവെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം വരുന്നുവെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നത്. എന്നാൽ ഇന്നത്തെ ജഡീക മനുഷ്യൻ, ഇന്നത്തെ ഈ ലോക മനുഷ്യൻ, അനേകം ക്രൈസ്തവരും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനുമായി അനേകം രംഗങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്. ചിലർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ മദ്യപാനത്തിലേക്ക് പോകുന്നു. ചിലർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ സിനിമാശാലകളിലേക്ക് പോകുന്നു. ചിലർ വെറിക്കൂത്തുകൾക്ക് പോകുന്നു. ചിലർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വ്യഭിചാര ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെ അനേകമായ വെറിക്കൂത്തുകളിലേക്കെല്ലാം മനുഷ്യൻ ഇറങ്ങിപ്പോവുകയാണ്. മനുഷ്യൻ ഒരുപക്ഷെ അറവുശാലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം കേട്ടിട്ടുണ്ട്, പന്നികളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മുമ്പാകെ തീറ്റ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ആ പന്നികൾ അച്ചടക്കത്തോടുകൂടി ആ തീറ്റയിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അറവുശാലയിലേക്ക് പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ആർത്തനാദം വരുന്നത്. സഹോദരങ്ങളെ, അനേകം ക്രൈസ്തവരും ഇന്ന് അറവുശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിൻ്റെ അറവുശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്ലഷറബിൾ ലൈഫ് അന്വേഷിച്ച് പിശാചിൻ്റെ അറവുശാലയിലേക്ക് അനേകം ക്രൈസ്തവരും മുന്നോട്ട് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാക്ഷാൽ സ്വതന്ത്രരാകുകയുള്ളൂ എന്ന് പറയുന്നു. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ, യേശുക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ അനേകർക്കും സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ട്, അനേകർക്കും നന്മ അനുഭവിക്കണമെന്നുണ്ട്, അനേകർക്ക് ഒരു പുതുജീവൻ കെട്ടിപ്പടുക്കണമെന്നുണ്ട്, ഈ ലോകത്തിലെ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണമെന്നുണ്ട്. എന്നാൽ അതിന് പറ്റിയ ചട്ടക്കൂടുകളൊന്നും ഇന്ന് തുലവും തുച്ഛമായിട്ട് മാത്രം ഈ ലോകത്ത് കാണുന്നു. അനേകർക്ക് സൗഖ്യം പ്രാപിക്കണമെന്നുണ്ട്. എന്നാൽ അനേകരും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് വില കൊടുക്കാതെ ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫിന് പുറകെയാണ് നടക്കുന്നത്. ഏതൊരു മനുഷ്യനും എന്തെങ്കിലുമൊക്കെയുള്ള ഒരു ആദികളോ വ്യാധികളോ എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അവൻ ആദ്യമേ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഒരു റിലീഫാണ് അവന് വേണ്ടത് എന്നവൻ ചിന്തിക്കുന്നു. അവൻ ആത്യന്തികമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് പുറകെ നടക്കുകയോ വചനം അനുസരിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ആദ്യമേ തന്നെ അവന് റിലീഫ് കിട്ടണം. അതാണ് മനുഷ്യൻ്റെ ത്വര. അരാം രാജാവിൻ്റെ സൈന്യാധിപനായ നയമാന് കുഷ്ഠമുണ്ടായിരുന്നു. അവൻ പരാക്രമശാലിയായിരുന്നെങ്കിലും അവൻ കുഷ്ഠം ബാധിച്ചവനായിരുന്നു. സഹോദരങ്ങളെ, അനേകം ക്രൈസ്തവരും ആത്മീയ ലോകത്ത് നടക്കുന്നവരും പരാക്രമശാലികൾ തന്നെയാണ്. എന്നാൽ അനേകരിൽ പാപത്തിൻ്റെ കുഷ്ഠം അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പാപത്തിൻ്റെ കുഷ്ഠം മാറണമെന്നില്ല. പരാക്രമശാലിയായി ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് അനേകർ ഈ ലോകത്ത് നിലനിന്ന് പോകുന്നു. നയമാന് പരാക്രമശാലിയാണെങ്കിലും അവന് കുഷ്ഠമുണ്ടായിരുന്നു. അവൻ ആളുകൾ പറയുന്നത് കേട്ട് അവൻ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. പ്രവാചകൻ്റെ അടുക്കൽ വന്ന് അപ്പോൾ അവൻ വിചാരിക്കുകയാണ്, പ്രവാചകനൊന്ന് പ്രാർത്ഥിച്ച് ആ രോഗമുള്ള ഭാഗത്തിന് നീതെ ഒന്ന് കൈ ആട്ടി നീട്ടി ദൈവത്തിന് സ്തോത്രം, അത് സൗഖ്യം വരുത്തി കൊടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പ്രവാചകൻ എന്താണ് ചെയ്തത്? പ്രവാചകൻ വചനം കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ വചനത്തിൽ വിശ്വസിക്കാതെ നയമാൻ ക്രുദ്ധനായി പിൻവാങ്ങി പോവുകയാണ്. ദമസ്കോസിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ സകല വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ എന്നാണ് നയമാൻ്റെ ചോദ്യം. അതുകൊണ്ട് ഈ വചനമനുസരിക്കുവാൻ അവൻ തയ്യാറായില്ല. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് എലീശ പ്രവാചകൻ വായ് കൊണ്ട് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണ് എന്നവിടെ കാണാൻ പറ്റും. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞത്. അപ്പോൾ ദൈവപുരുഷൻ്റെ വചനപ്രകാരം 7 പ്രാവശ്യം അവൻ മുങ്ങി. അവൻ വചനം അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ദേഹം കാന്തി പോലെ, ബാലൻ്റെ ദേഹത്തിൻ്റെ കാന്തി പോലെ വന്നു.
വചനമനുസരിക്കാൻ അവൻ തയ്യാറായി. സഹോദരങ്ങളെ, ഇൻസ്റ്റന്റ് റിലീഫ് അന്വേഷിച്ചു വന്ന നയമാന് ദൈവത്തിൻ്റെ വചനമനുസരിച്ചപ്പോൾ അവന് രോഗത്തിന്മേൽ സ്വാതന്ത്ര്യം കൊടുത്തു. സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനേകർക്കും വിചാരിച്ചിരിക്കുകയാണ്, ഞാനൊരു സ്വതന്ത്ര ജീവിതം അനുഷ്ഠിച്ചുകൊണ്ടാണ് പോകുന്നത്. പറയത്തക്ക കാര്യമായ പാപങ്ങളിലേക്കൊന്നും ഒരുപക്ഷെ ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നില്ലായിരിക്കാം. പറയത്തക്ക രീതിയിലുള്ള എല്ലാ ആത്മീയ ചട്ടക്കൂടുകളിലും ഞാൻ ജീവിച്ചു പോകുന്നത് കൊണ്ട് സ്വാതന്ത്ര്യം എന്നിൽ വാഴുന്നു എന്ന് അനേകർ വിചാരിച്ചിരിക്കുകയാണ്. ശൗലെന്നൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നുവല്ലോ, അവൻ വിചാരിച്ചിരുന്നു അവന് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന്. അവന് ഈ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകുന്ന പുളകപ്രദമായ ജീവിതത്തിൽ അവൻ വിരാജിച്ചു പോരുകയായിരുന്നു. കാരണം അവന് പറയത്തക്ക നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവനുണ്ടായിരുന്നു. അവന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാണ്, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനന്യനാണ്. അങ്ങനെ പറയത്തക്ക പൊൻതൂവലുകളെല്ലാം ചാർത്തി എടുത്ത ഒരു ജീവിതമായിരുന്നു അപ്പോസ്തലനായ പൗലോസിന് നേരത്തെ ഉണ്ടായിരുന്നത്. അവന് ജഡം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഈ ജഡത്തിൻ്റെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അവൻ ഈ ലോകത്ത് ക്രൈസ്തവരെ ഉപദ്രവിക്കാൻ പോയി, ക്രിസ്തു മാർഗത്തിൽ നടക്കുന്നവരെ ഉപദ്രവിക്കാൻ പോയി. അവൻ ആഗ്രഹിച്ച പ്ലഷറബിൾ ലൈഫ് അവൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാലത്ത് അവൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് അവന് മനസ്സിലായത്, ഈ ലോകം തരുന്ന സ്വാതന്ത്ര്യം അത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമല്ല, ജഡം തരുന്ന പാപ സ്വാതന്ത്ര്യം അത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമല്ല എന്ന് അപ്പോസ്തലന് തിരിച്ചറിവുണ്ടായി. അപ്പോസ്തലൻ കരയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, പിന്നെയും നാം അടിമതത്തിൽ പെട്ടുപോകരുതെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി. അപ്പോൾ അപ്പോസ്തലന് മനസ്സിലായി, ഈ ജഡപ്രകാരം കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിൽ ഒരുത്തിന് കടക്കുവാൻ പറ്റുകയില്ല എന്ന് അപ്പോസ്തലന് മനസ്സിലായി. ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്ന് എണ്ണി അപ്പോസ്തലൻ. അതുവരെ സമ്പാദിച്ച പേരുകൾ, അതുവരെ സമ്പാദിച്ച പുകഴ്ചകൾ എല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി അപ്പോസ്തലൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്ന പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെന്ന് അപ്പോസ്തലൻ അവിടെ വെച്ചെണ്ണി. കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ അപ്പോസ്തലന് ദൈവം ഭാഗ്യം ചെയ്തു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു പാപമാക്കപ്പെട്ടു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ച് പറയുവാൻ അപ്പോസ്തലൻ്റെ നാവിന്മേൽ ധൈര്യം കൊടുത്തു. അപ്പോസ്തലൻ്റെ നാവിൻ്റെ ബന്ധനമഴിച്ചു കൊടുത്തു. അപ്പോസ്തലൻ്റെ ജഡത്തിൻ്റെ ആ കെട്ടുകളിൽ മേൽ സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ അപ്പോസ്തലൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവനായി ഈ ഭൂമിയിൽ നിന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. യേശു ക്രിസ്തു തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ് നാം ഒന്നാമതായി ചിന്തിച്ചത്. രണ്ടാമതായി സ്വാതന്ത്ര്യം നൽകുന്നതെന്ന് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആത്മാവാകുന്നു, ഈ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം നൽകുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് സഹോദരങ്ങളെ കർത്താവ് നമ്മെ നയിക്കുന്നത്. നമ്മെ വിളിച്ചവൻ ആ സ്വാതന്ത്ര്യം തരുവാൻ അവൻ ബാധ്യസ്ഥനാണ്. അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഒരിക്കൽ അബ്രഹാമിനെ ദൈവം ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചത്. അവിടെ മെസൊപ്പൊട്ടേമിയയിൽ നിന്ന്, ഹരാനിൽ നിന്ന് അബ്രഹാം യാത്ര പുറപ്പെട്ടു. ദൈവം ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് അവനെ വിളിച്ചത്. എന്നാൽ ലോത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൻ പ്ലഷറബിൾ ലൈഫ് അനുഭവിക്കുവാനായി ഈ ലോകം തരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ലോത്ത് പട്ടണവാതിക്കൽ തിരഞ്ഞെടുത്ത് ഇരിക്കുകയാണ്. അബ്രഹാം കൂടാരവാതിക്കലിരുന്നു, ലോത്ത് പട്ടണവാതിക്കലിരുന്നു. ലോത്തിൻ്റെ അനന്തര തലമുറയും പട്ടണത്തിൻ്റെ പച്ച പരിഷ്കാരം ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും വന്നത്
കൊണ്ട് അവർ നശിച്ചു പോകുന്ന വർഗമായി തീരുകയാണ്. മോവാബ്യരും അമ്മോന്യരും യഹോവയുടെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പന വരികയാണ് സഹോദരങ്ങളെ. എന്നാൽ അബ്രാഹാമും ഇതുപോലൊരു പട്ടണത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അബ്രാഹാമും ഇതുപോലൊരു നഗരത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നു ആ നഗരം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായിട്ടാണ് അബ്രഹാം കാത്തുപാത്തിരുന്നത്. ഏതായിരുന്നു സഹോദരങ്ങളെ ആ നഗരം? അത് പളുങ്കിനൊത്ത കണ്ണാടി കടലുള്ള ആ നഗരമാണ്. സ്വച്ഛ സ്ഫടികത്തിൽ നിർമ്മിതമായ ആ നഗരമാണ്. 10ഉം 2ഉം രത്നങ്ങളാൽ ശോഭിതമായ മന്ദിരമുള്ള ആ നഗരത്തിനായിട്ടാണ് അബ്രഹാം കാത്തിരുന്നത്. അതാണ് പുത്തനാം യെരൂശലേം സഹോദരങ്ങളെ. ആ പുത്തനാം യെരൂശലേമിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ആ സ്വാതന്ത്ര്യം നൽകുന്നത്? ആത്യന്തികമായി ആ സ്വാതന്ത്ര്യം നൽകുന്നത് ഒരേ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധീകരണവും നിത്യജീവനുമായിട്ടാണ് ഈ സ്വാതന്ത്ര്യം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ദാനമായി നൽകുന്നത്. കൊലോസ്യ ലേഖനം 1:13 ഇപ്രകാരം പറയും: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിടിവിച്ചു, നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നാം കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ സൗഭാഗ്യ സ്വാതന്ത്ര്യം നാം അനുഭവിച്ചുകൊണ്ട് നിത്യജീവന് അവകാശികളായി നമുക്ക് മുന്നോട്ട് പോകണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.